പാലക്കാട്ടെ ശാസന വിവാദത്തിൽ വിശദീകരണവുമായി മുൻ മന്ത്രി KT ജലീൽ കുട്ടികളെ വേദനിപ്പിച്ചിട്ടില്ലെന്നും രക്ഷിതാക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ ക്ഷമ പറയാൻ തയ്യാറാണെന്നും ജലീൽ പറഞ്ഞു. എന്നാൽ ജലീൽ തന്റെ തെറ്റ് തിരിച്ചറിയുന്നില്ലെന്നും വകുപ്പ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുമായിരുന്നു ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. കുട്ടികൾക്ക് അടിസ്ഥാന എഴുത്തും വായനയും അറിയില്ലെന്ന പരാതി പരിഹരിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ പാലക്കാട് മണ്ണാർക്കാട് സംഘടിപ്പിച്ച അനുമോദന പരിപാടി വിവാദമായതിനു പിന്നാലെയാണ് മുൻ മന്ത്രി കൂടിയായ KT ജലീലിന്റെ വിശദീകരണം. അധ്യാപകനെന്ന നിലയിലാണ് കുട്ടികളോട് പെരുമാറിയത്. ചെവിയിൽ നുള്ളുകയോ കുട്ടികളെ വേദനിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. കുട്ടികൾക്ക് പൊതുവായന കുറയുന്നതിലെ ആശങ്കയാണ് ചൂണ്ടിക്കാട്ടിയതെന്നും രക്ഷിതാക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറെന്നും KT ജലീൽ. ഇന്നലെ അല്ലെങ്കിൽ മിനിയാന്നത്തെ ചടങ്ങിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് അതിൽ വല്ല അപമാനവും അവർക്ക് തോന്നി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 വട്ടം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. കേസിൽ ബാലാവകാശ കമ്മീഷൻ ജയിലിൽ അടയ്ക്കട്ടെ എന്നും ജലീൽ പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ. എന്നാൽ കേസെടുത്തത് സ്വാഭാവിക നടപടിയെന്നാണ് ബാലാവകാശ കമ്മീഷന്റെ വിശദീകരണം. കുട്ടികൾക്ക് പരാതിയില്ലെങ്കിൽ ആർക്കും പ്രയാസമില്ലെന്നും കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ പറഞ്ഞു. ഏത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടാലും ഞങ്ങളപ്പോൾ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടൊരു വിശദീകരണം ചോദിക്കുന്നുണ്ടല്ലോ. ആ വിശദീകരണം റിപ്പോർട്ടായിട്ട് കമ്മീഷന് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് തുടർ നടപടികൾ എടുക്കാം. വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് പ്രയാസമില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികൾക്ക് പ്രയാസമില്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ലല്ലോ. KT ജലീലിനെതിരായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയ മന്ത്രി ബിന്ദു കൃഷ്ണ ജലീൽ തെറ്റ് തിരിച്ചറിയുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ തെറ്റ് അദ്ദേഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമെന്ന് പറയുന്നത്. കുട്ടികളോട് സംവദിക്കുകയായിരുന്നു. കുട്ടികളുടെ പൊതുവായന കുറഞ്ഞു എന്ന് നിരീക്ഷിക്കുമ്പോൾ പൊതുവായന വിപുലീകരിക്കാൻ പൊതുവേദിയിൽ വെച്ച് ആക്ഷേപിക്കുന്നതാണോ അതിന്റെ മാർഗം എന്നുകൂടി ശ്രീ ജലീൽ വ്യക്തമാക്കണം. കുട്ടികൾക്ക് അടിസ്ഥാന എഴുത്തും വായനയും അറിയില്ലെന്ന പരാതി പരിഹരിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും വ്യക്തമാക്കി. ചില പോരായ്മകൾ എഴുതാനും വായിക്കാനും അറിയുകയും അടിസ്ഥാന ഗണിതം പോലും അറിയില്ല എന്നുള്ള ആക്ഷേപവും ഒക്കെ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 100 ദിന കർമ്മ പരിപാടിയിൽ നമ്മൾ ഓരോ ക്ലാസ്സിലും ഒരു കുട്ടി ആർജിക്കേണ്ട വിവരം ആ ക്ലാസ്സിൽ നിന്ന് തന്നെ ആർജിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, മലപ്പുറം.